അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൽ ഖിത്വാബ ഫിൽ അസ്റുൽ അമവി. ഉമയ്യദ് ഡൈനാസ്റ്റിയുടെ കാലത്ത് അമവി കാലഘട്ടത്തിലെ പ്രസംഗ കലയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കുന്നത്. ആദ്യമായിട്ട് അമവി കാലഘട്ടം തുടങ്ങുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം മുതലാണ്. ദൗലത്തുൽ അമവിയ എന്ന് പറയുമ്പോൾ ഹിജ്റ 40 മീലാദ് ക്രിസ്താബ്ദം 661 മുതലുള്ള കാലഘട്ടത്തിലാണ് ഈ മൂവി ഡൈനാസ്റ്റി തുടക്കം. അതിൽ സാഹിത്യത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് അതിലെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് സ്വാധീനങ്ങൾ സാഹിത്യത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഷഅറുൽ ജാഹിലിയുടെ അവരുടെ കാലത്തുണ്ടായിരുന്നൊരു ഗോത്രമഹിമ പറയലും ഗോത്രപ്പെരുമയുടെ പേരിലുള്ള ആ ഒരു സംസാരങ്ങളും വാഗ്വാദങ്ങളൊക്കെ ഇവരുടെ അമവി കാലഘട്ടത്തിലെ സാഹിത്യത്തിലും സ്വാധീനിച്ചിട്ടുണ്ട്. അതേപോലൊരു ശൈലി ഇവരും സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. പ്രധാനപ്പെട്ട ഈ ഒരു കാലഘട്ടത്തിലെ പ്രസംഗത്തിൻ്റെ ഒരു പ്രചരണത്തിൻ്റെയും ഇത് ഒരുപാട് വ്യാപിക്കുന്നതിൻ്റെയും കാരണമുണ്ടായിരുന്നത് ഒരുപാട് ചിന്താപരമായ പുരോഗതികൾ, ഒരുപാട് സംഭവങ്ങൾ, അതുപോലെ എന്താ പറയുക, റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് ഗോത്രങ്ങൾ, ടീമുകൾ, ഒരുപാട് ഭിന്നിപ്പുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ഒരുപാട് ടീമുകളായി ഗ്രൂപ്പുകളായി തിരിഞ്ഞുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നത് മറ്റൊരു കാരണം. അപ്പോൾ അവിടെ ജുമയുടെ ഖുതുബകൾ പൊളിറ്റിക്കലായിട്ടും റിലീജിയസ് ആയിട്ടുമുള്ള രീതിയിലുള്ള ഒരു സംഭവം പോലെയായിരുന്നു. ഒരു വാഗ്വാദങ്ങളുടെ, ഒരു പൊളിറ്റിക്കലായ വാഗ്വാദങ്ങളുടെ, അതല്ലെങ്കിൽ ഒരു ഡിബേറ്റിൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പ്രസംഗങ്ങളായിരുന്നു ജുമയുടെ ഖുതുബയിൽ പോലും നടന്നിരുന്നത്. ഷിയകളോട് മുആവിയ റളിയല്ലാഹു അൻഹു നടത്തിയ ഷിയകളോടുള്ള വാഗ്വാദങ്ങൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖവാരിജിനോട് നടത്തുന്ന സംവാദങ്ങൾ, അതല്ലെങ്കിൽ യുദ്ധപരമായ ഇതൊക്കെ അതിൽ പ്രതിപാദിക്കപ്പെട്ടെന്ന് അർത്ഥം. ഇനി പ്രസംഗം എന്ന് പറയുമ്പോൾ ഖിത്വാബ അല്ലേ, പ്രസംഗം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ സംസാരം അവതരിപ്പിക്കുക, അതിൻ്റെ തുടക്കം കൊടുക്കുകയൊക്കെ ഉണ്ടാകും. അത് ഇസ്തിലാഹിൻ്റെ ടെർമിനോളജിയിൽ പറയുകയാണെങ്കിൽ വഹർഫത്തുൽ ഖത്തീബുല്ലദി യഖ്തദിറു ബിഹാ അലൽ ഇഖ്തിനാഇ ഫി മൗദൂഇ മ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആളുകളെ കോൺവിൻസിംഗ് ആയ രൂപത്തിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഖത്തീബിൻ്റെ ജോലിയാണ് ഖത്താബ എന്നാണ് പറയുന്നത്. നല്ല സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഖത്തീബ് എന്ന് പറയും ഭാഷാപരമായിട്ട്. ഇസ്തിലാഹിൽ ഖത്തീബ് എന്ന് പറയുമ്പോൾ ഖുതുബയുടെ പണിയെടുക്കുന്ന ആളെന്നുള്ളതാണ്, ഖുതുബ നടത്തുന്ന ആൾ ഖത്തീബ്. പിന്നെ ഇസ്ലാം വന്നതിന് ശേഷം ഒരുപാട് വ്യാപിച്ചു. കാരണം ഈ പുതിയ ആളുകൾക്ക് ഇസ്ലാം, മുസ്ലിമുകൾക്കൊക്കെ താലീമിന് വേണ്ടിയിട്ടൊക്കെ ഇത് ഇസ്ലാമിൻ്റെ ഒരുപാട് ഖത്താബത്തിൻ്റെ ഒരുപാട് രീതികളുണ്ടായി, ഒരുപാട് വ്യാപിച്ചു. അത് അമവി കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് കൂടുതൽ പുരോഗതി പ്രാപിച്ചു. അത് ഓരോ പാർട്ടിക്കാർക്കും ഓരോ ഖത്തീബ്മാരുണ്ടായിരുന്നു, പ്രത്യേകമായ സ്പോക്സ്മാൻ അല്ലെങ്കിൽ ഒരു വക്താക്കളുണ്ടായിരുന്നു. മക്കയിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഉത്ബത്ത് ബിൻ അബി റബിയ. മദീനയിലുള്ള ആളായിരുന്നു ഖൈസ് ബിൻ ഷമ്മാസ്. ഖുതബയിൽ ബാദിയത്തിലെ ഉൾനാടുകളിലെ ഒരു ഖത്തീബ്മാരിൽ ഒരാളായിരുന്നു അബു അമ്മാർ അത്വായി. പിന്നെ ഗോത്ര തലവന്മാരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ഗോത്രത്തിൻ്റെ പെരുമ പറയുന്ന അങ്ങനെയുള്ള ഖത്തീബ്മാരിൽ പ്രധാനിയായിരുന്നു തമീം. അല്ലെങ്കിൽ അതിൽ ഒരു പ്രശസ്തമായൊരു പ്രസംഗമാണ് തമീമിൻ്റെ ഖിതാബത്ത് തമീം. ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ, പ്രത്യേകിച്ചും എംബറാത്തൂരിയ, ഒരുപാട് രാജവംശങ്ങൾ, എംബർമാരൊക്കെ വന്നപ്പോൾ ആ സമയത്തും ഒരുപാട് പ്രശ്നങ്ങൾ ആവശ്യമായി വന്നു. മറ്റുള്ളവരെ കൺവിൻസിംഗായ രീതിയിൽ മറ്റുള്ളവരോട് വാഗ്വാദം നടത്താനൊക്കെ പ്രശ്നങ്ങൾ ആവശ്യമായി വന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാലത്തെ പ്രസംഗങ്ങൾ ഒരുപാട് ദീർഘിച്ചുള്ള നീണ്ടുപോകുന്ന പ്രസംഗങ്ങളായിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജാഹിലിയ കാലത്തും ഇസ്ലാമിൻ്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ദൈർഘ്യമുള്ള പ്രസംഗങ്ങളായിരുന്നു. കാരണം അവിടെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കാറ്റഗറി ആളുകളുണ്ടായിരുന്നു, ഒരുപാട് വർഗം, ഒരുപാട് ടീമുകൾ, ഗ്രൂപ്പുകൾ. തബഖത്തുൽ മുഅല്ലിദീൻ, പിന്നെ അവർക്ക് ഷോർട്ടാക്കാൻ അറിയില്ല എന്നുള്ളത്, അവർക്ക് ഇജാസുൽ അറബി എന്ന് അറിയില്ല, അവർക്ക് എപ്പോഴും ഇത്തിനാപ്പ് മാത്രമേ അറിയുള്ളൂ, അവരുടെ ശൈലി അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് ഒരുപാട് എന്തുണ്ടായിരുന്നു, ദീർഘിച്ചു പോയിരുന്നു. പിന്നെ മറ്റൊന്ന്, ഈ ഒരുപാട് എംബർമാർക്കുള്ള കത്തയക്കലും മറ്റൊക്കെ അടുത്തടുത്ത സമയങ്ങളിൽ ഒരുപാട് അയക്കേണ്ടി വരുന്നതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അയക്കുന്നൊരു സമ്പ്രദായം, ഒരു പ്രവണത ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കത്തുകൾ ഒറ്റ കത്തിലായിട്ട് കൂട്ടി അയക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ ദൈർഘ്യം കൂടും, വലുപ്പം കൂടും, ഹജ്മ് കൂടും.
അപ്പം അങ്ങനെയും അത് കൂടിയിരുന്നു. പിന്നെ അവരുടെ കാലത്ത് ഒരുപാട് സംഭവങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങളും പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ ബനു ഉമയ്യത്തിനെതിരെ ഒരുപാട് വിപ്ലവങ്ങൾ, റെബല്യൻസ് ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. അതൊക്കെ പല കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങളുടെ സമ്പത്ത്, അങ്ങനെയുള്ള ഒരുപാട് അവരുടെ മുസ്ലിങ്ങളുടെ പരിശുദ്ധ സ്ഥലങ്ങൾ ഹുർമത്ത് നഷ്ടപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ. ഇത് കാരണം ഇതിലൂടെ ഒരുപാട് പ്രസംഗർ വന്നു. അതിലൊരു പ്രസംഗമാണ് അബു ഹംസത്ത് ഷാരി എന്നുള്ള അദ്ദേഹത്തെ മദീനയിൽ നടത്തിയൊരു പ്രസംഗം. അങ്ങനെ ഒരുപാട് രീതികൾ. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഇത് പ്രചരിക്കാണ്ടായ ഒരുപാട് കാരണങ്ങൾ, സിയാസിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് യുദ്ധങ്ങൾ, അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, ഒരുപാട് യുദ്ധങ്ങൾ കാരണമുണ്ടായ ഒരുപാട് ഭിന്നിപ്പുകൾ, ഗ്രൂപ്പ് തിരിയലുകൾ, ഇത് കാരണത്താൽ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ. പിന്നെ ദീനീയായ കാരണങ്ങളുണ്ട്. ദീനിൻ്റെ പ്രചരണത്തിന്, ദീനിൻ്റെ നിയമങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഉലമാക്കൾ മുസ്ലിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അധ്യാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ ദീനീയായ കാരണങ്ങളാണ്. പിന്നെ ഇജ്തിമാഇ ആയിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. അസ്റുൽ ഉമവിയുടെ കാലത്ത്, ഉമവി കാലഘട്ടത്ത് ഒരുപാട് വ്യത്യസ്തങ്ങളായ സിവിലൈസേഷനുകളിൽ നിന്ന്, ഒരുപാട് അവരുടെ കൂടിക്കലയിൽ നിന്നൊക്കെ ബുദ്ധിപരമായ അല്ലെങ്കിൽ ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരുപാട് ആദാനപ്രദാനങ്ങൾ, പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ, പരസ്പരം ഉപകാരം, ഇസ്തിഫാദകൾ നടന്നിരുന്നു. അത് കാരണം അഖലിയായിട്ടുള്ള, ഇൻ്റലക്ച്വലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഒരുപാട് സംവേദനങ്ങളൊക്കെ ആവശ്യമായി വരുന്നു. പിന്നെ ഇതിൻ്റെ മറ്റൊരു കാരണങ്ങളാണ് ഭരണാധികാരിയുടെ ഒരു ഉത്ബോധനങ്ങൾ, പിന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരുപാട് അധിനിവേശങ്ങൾ, കൂടുതൽ അവരുടെ വിജയങ്ങൾ, അവരുടെ വ്യാപനങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഒരു കാരണമായിട്ട് വർത്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീനിയായ ഖുത്ബകൾ തന്നെ വാളുകൾ ഉണ്ടായിരുന്നു. ജുമയുടെ ഖുത്ബകൾ, പെരുന്നാൾ ദിനത്തിലെ ഖുത്ബ, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, ആ സമയത്തുള്ള ഖുത്ബ, മറ്റുത്ബോധനങ്ങൾ, അതൊക്കെ മുനാദറാത്തുകൾ, അതൊക്കെ ദീനിയായ ഖുത്ബകളിൽ പെടുന്നത് തന്നെയാണ്. പിന്നെ സോഷ്യൽ ഇജ്തിമാഇ ആയിട്ടുള്ള ഖുത്ബകൾ ഉണ്ടായിരുന്നു. ചില പ്രത്യേക പരിപാടികളിൽ, ഫംഗ്ഷനുകളിലുള്ള ഖുത്ബകൾ, നിക്കാഹിൻ്റെ ഖുത്ബ, അതുപോലെയുള്ള അനുശോചന സമയത്തുള്ള സംസാരങ്ങൾ, അതൊക്കെ സോഷ്യലായിട്ട് വന്ന് ഖുത്ബകളുടെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റും. പിന്നെ അന്നുണ്ടായിരുന്ന പ്രശസ്തരായ ഒരു നല്ല അടിപൊളി പ്രാസംഗരെ പറ്റി പറയുകയാണെങ്കിൽ ഒന്ന് മുആവിയ ഇബ്നു അബീ സുഫ്യാൻ തന്നെയാണ്. അദ്ദേഹം അധികവും യുദ്ധത്തിനുള്ള പ്രേരണയായിട്ടുള്ളതിനുള്ളൊരു മോട്ടീവായിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, അദ്ദേഹം വലിയ ആലിമായിരുന്നു. ഇൽമ്, തൻ്റെ വിജ്ഞാനം കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടന്നിരുന്നു. ഖദരിയാക്കൾക്കെതിരെയുള്ള പ്രസംഗങ്ങൾ, സംവാദങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. മറ്റൊന്ന് മൂസ ഇബ്നു നുസൈർ, ഉമവി കാലഘട്ടത്തിലെ യോദ്ധാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ജിഹാദിന് വേണ്ടിയിട്ടും മറ്റൊക്കെ ആയിട്ടുള്ള, അതുപോലെ ദീനി അധ്യാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അംർ ഇബ്നുൽ ആസ് തങ്ങൾ വലിയൊരു പ്രാസംഗികനായിരുന്നു. ന്യായാധിപനായിരുന്നു, സേനാനായകനായിരുന്നു. ആഫ്രിക്കയിൽ അദ്ദേഹം ആദ്യത്തെ ഒരു പള്ളി നിർമ്മിച്ചു, മസ്ജിദ് അംർ ഇബ്നുൽ ആസ്, അത് ഇപ്പോഴും കാണാൻ പറ്റും. അതുപോലെ മിസ്റിലെ ഫുസ്താത്ത് പട്ടണം അദ്ദേഹം സംസ്ഥാപനം നടത്തിയതാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അദ്ദേഹം വലിയ സഖഫി, അദ്ദേഹം വലിയ പ്രാസംഗനായിരുന്നു. മുആവിയത്തിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ചു. ഹാഫിളായിരുന്നു. കുട്ടികളൊക്കെ ഇൽമ് ഖുർആനൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ കൊല്ലാൻ പോവുകയും ഹജ്ജാജിൽ വെച്ച് അദ്ദേഹത്തെ സുബൈറിനെ കൊല്ലുകയും ചെയ്തിരുന്ന ആളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. സിയാദ് ഇബ്നു അബി അലി തങ്ങളുടെ വിശ്വസ്തനായിരുന്നു. പിന്നീട് മുആവിയ തങ്ങളോടൊപ്പം ചേർന്നു. അങ്ങനെ നസബിലൊക്കെ അദ്ദേഹത്തോട് ചേർന്നു. ഖുത്ബത്തുൽ ബത്തറ എന്നുള്ള ഈ ഒരു ഹംദ സലാത്ത് അതില്ലാത്ത ഒരു ആദ്യത്തെ ഖുത്ബ അദ്ദേഹമാണ് നടത്തിയത്. പിന്നെ സുഹ്ബാൻ ഇബ്നു വായിൽ എന്ന വലിയൊരു പ്രാസംഗികനായിരുന്നു. വായിൽ ഇബ്നു റബീഅത്തിന്റെ ഗോത്രത്തിൽപ്പെട്ട അദ്ദേഹം പിന്നീട് മുസ്ലിം ആയതാണ്. നബിയെ കണ്ടിട്ടില്ല. മുആവിയത്തിനോടൊപ്പം ചേർന്നു. അദ്ദേഹം നല്ല പ്രാസംഗികൻ. അദ്ദേഹം ഇതിൻ്റെ ഒരു ഉപമയാക്കി വരെ സുഹ്ബാൻ ഇബ്നു വായിലിൻ്റെ പ്രസംഗം, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ പ്രസംഗൻ എന്ന രീതിയിൽ ഉപമയാക്കി വരെ അദ്ദേഹത്തിൻ്റെ പേരുകൾ ഉപയോഗിക്കപ്പെട്ടു. ത്വാരിഖ് ഇബ്നു സിയാദ് മറ്റൊരു നല്ലൊരു പ്രാസംഗികനായിരുന്നു. മൂസ ഇബ്നു നസീറിൻ്റെ ഗവർണറായിരുന്നു. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിൻ്റെ ഗവർണറായിരുന്നു ത്വാരിഖ് ഇബ്നു സിയാദ്. അദ്ദേഹം അന്ദലസ് കീഴടക്കുന്ന സമയത്ത് ത്വാരിഖ് ഇബ്നു സിയാദിനാണ് അദ്ദേഹം അയക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് പ്രാസംഗികർ ഖുതബ ആ കാലത്ത് പ്രശസ്തരായിരുന്നു. അവരൊക്കെ അവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുമ്പം ഒരുപാട് തങ്ങളുടെ പാർട്ടിയെക്കുറിച്ച്, തങ്ങളുടെ ഗ്രൂപ്പുകളെക്കുറിച്ച്, ഗോത്രത്തെക്കുറിച്ചൊക്കെ അവർ നന്നായി പറഞ്ഞിരുന്നു.
സജ്ജ, തിബാക്ക്, ജിനാസ്, കിനായത്ത്, തൗരിയത്ത്, തഷ്ബീഹ്, ഇസ്തിആറ, മജാസ് പോലെയുള്ള സാഹിത്യ കലയുടെ രീതികൾ അവർ സ്വീകരിച്ചിരുന്നു. അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം, ഒരുപാട് ഉദാഹരണങ്ങൾ, പ്രസംഗങ്ങളുടെ ഉദാഹരണം, ഖത്താബത്തിൻ്റെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നസ് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മുആവിയത്ത് ബിൻ അബി സുഫ്യാൻ തങ്ങളുടേതുണ്ട്, അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങളുടെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മരണസമയത്തുള്ള പ്രസംഗമുണ്ട്, ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പ്രസംഗമുണ്ട്, ഹജ്ജാജ് ബിൻ യൂസുഫ് ഇന്നി ലാറ അബ്സാറൻ ത്വാമിഹത്തൻ വഅനാഖൻ മുതതാവലത്തൻ വറൂസൻ ഖദ് അയ്നഅത്, അങ്ങനെ പറഞ്ഞിട്ടുള്ള വെല്ലുവിളികൾ, വിപ്ലവങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ഖുത്ബത്ത് സിയാദ് ബിൻ അബിയുടെ ഉണ്ട്, സുഹ്ബാൻ വായിലിൻ്റെതുണ്ട്. ഇങ്ങനെ ചില ഒരുപാട് പ്രശസ്തരായ പ്രസംഗങ്ങളും അവരുടെ ഷറഹകളും അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ രൂപം പറയുകയാണെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗം, നമ്മളുടെ കാലം വളരെ മോശമായിട്ടുണ്ട്, ആകെ ധിക്കാരങ്ങളും അഹങ്കാരമൊക്കെ വർദ്ധിച്ച കാലമാണ്, ളുൽമ് അധികരിക്കുന്ന കാലമാണ്, ഇൽമ് ഉപകരിക്കാത്ത കാലമാണ്, നമ്മളറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് ആരും ചോദിക്കുന്നില്ല, നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിൻ്റെ ഇത് പറയുന്ന ഒരു പ്രസംഗമായിട്ട് നമുക്ക് മുആവിയ തങ്ങളുടെ പ്രസംഗം മനസ്സിലാക്കാം. പിന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങളുടെ തൻ്റെ സഹോദരൻ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗം, അൽഹംദുലില്ലാഹില്ലദീ യുഇസ്സു മൻ യശാ വയുദില്ലു മൻ യശാ, അള്ളാഹുവാണ് ഇസ്സത്ത് നൽകുന്നവൻ, അള്ളാഹുവാണ് നിന്നത നൽകുന്നവൻ, ഹക്കിൻ്റെ കൂടെ നിൽക്കുന്നവർ ഒരിക്കലും അള്ളാഹു എന്താക്കില്ല, നിന്ദ്യരാക്കുകയില്ല, ശൈത്താൻ്റെ പാർട്ടിക്കാർ ഒരിക്കലും അള്ളാഹു ഇസ്സത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള അബ്ദുല്ലാഹി ബിൻ സുബൈർ തങ്ങളുടെ പ്രസംഗം. പിന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പ്രസംഗം, നിങ്ങളുടെ നബിയുടെ ശേഷം മറ്റൊരു നബിയില്ല, നിങ്ങൾക്കുള്ളത് ഖുർആൻ്റെ ശേഷം മറ്റൊരു ഖുർആനില്ല, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയത് നബിതങ്ങളിലൂടെ ഹലാലാക്കുന്നത് ഖിയാമത്ത് നാളോളം അത് ഹലാലായി കാണോ, ഞാൻ നിങ്ങളുടെ മേൽ വിധികർത്താവല്ല, ഞാൻ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരാൾ മാത്രമാണ്, പുതിയ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് മുമ്പേ അതിൻ്റെ പൂർവികർ കാണിച്ചു തന്നത് ഫോളോ ചെയ്യുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാലത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രസംഗം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടേത്. ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ വെല്ലുവിളികൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ, റിബല്യൻസ് ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരെ എനിക്ക് ചില പഴുത്ത് പാകമായ ചില തലകൾ ഞാൻ കാണുന്നു, ഞാനാണ് അറക്കുന്നവൻ, ഞാൻ അറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വെല്ലുവിളികൾ ഉയർത്തുന്ന അല്ലെങ്കിൽ ഭീഷണി സ്വരത്തിലുള്ള ഒരു പ്രസംഗം. പിന്നെ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രസംഗങ്ങൾ നമുക്ക് ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവസാനത്തിൽ ചോദ്യോത്തര സെഷനിൽ അമവി കാലഘട്ടത്തിലെ ഖത്താബത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു പറയുമ്പം, അസാസിയായ ലക്ഷ്യങ്ങൾ, സിയാസിയായിട്ടുള്ള പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, ദീനിയായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൊളിറ്റിക്കലാകുമ്പോൾ അവരുടെ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൻ്റെ ഗോത്രപ്പെരുമ മഹിമ പറയുന്നതാവാം, പിന്നെ ദീനിയാകുമ്പോൾ അവരുടെ ഗോത്രങ്ങളിലെ ഉത്ബോധനങ്ങളാകാം, അല്ലെങ്കിൽ ജുമാ പോലുള്ള അങ്ങനത്തെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സോഷ്യലി അവരുടെ ഫംഗ്ഷനുകളിൽ, മുനാസബാത്തുകളിൽ അല്ലെങ്കിൽ ഹഫ്ലുകളിൽ നടത്തുന്ന പ്രസംഗം, അങ്ങനെ ഒരുപാട് പ്രസംഗം മറ്റുള്ളവരെ കൺവിൻസിങ് ആക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖത്താബത്തിൻ്റെ ലോകത്ത് ഇസ്തിലാഹ് ഖത്തബ യഖ്തുബു ഖത്താബ, ഇസ്തിലാഹ് എന്ന് പറയുമ്പോൾ എന്നാൽ ഹിർഫത്തുൽ ഖത്തീബ്, അത് ഖനാഇന് വേണ്ടിയിട്ട് ഖത്തീബ് നടത്തുന്നൊരു ജോലി എന്നൊക്കെ പറയും. ഫി മൗദു ഇമ്മ, ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ. പിന്നെ പ്രധാനപ്പെട്ട ഖുതബയെ നമ്മൾ ഈ തൊട്ട് മുമ്പ് പരിചയപ്പെടുത്തി. പിന്നെ ഏതെങ്കിലും ഖത്തീബിനെ കുറിച്ചും അവരുടെ ഖുത്ബയുടെ ഒരു സ്റ്റൈലും വിവരിക്കാൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളൂ. സിയാസിയായ സ്വാധീനങ്ങളുണ്ടായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. അവരുടെ പിന്നെ ഫിർഖത്തുകൾ, ഒരുപാട് തഫ്രീഖ്, അതുപോലെ ഗ്രൂപ്പുകളായി തിരിഞ്ഞതും പിന്നെ ഫിത്നകളും ഹുറൂബുകളും ഒക്കെ ഈ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഖത്താബത്തിൻ്റെ അവാമിൽ പ്രേരണ, അതിൻ്റെ ഒരുപാട് വ്യാപിക്കാനുള്ള കാരണങ്ങൾ അവാമിൽ ദീനിയുണ്ട്, അവാമിൽ സിയാസിയുണ്ട്, അവാമിൽ ഇജ്തിമാഇയ്യ വഅഖലിയ്യ എന്ന പ്രേരണകൾ നമ്മൾ പറഞ്ഞു. അങ്ങനെ ചില ചോദ്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് സംസാരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗങ്ങൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.